വേറെ ആരാ മോളെ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയത്? അതാരാ? അത് അനുമോള് പറഞ്ഞത് ശരിയല്ലേ? കരിയില്ലാതെ ആരെങ്കിലും ചോച്ചം കഴിച്ചുമോ? അടുക്കള കാര്യത്തില് അത് അറിയാവുന്നവർക്ക് ഒരു പ്ലാൻ കാണും. അത് മാത്രമല്ലേ അനുമോള് പറഞ്ഞത്. പിന്നെ ജോലി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോള് എന്തായാലും ആർക്കാണേലും ദേഷ്യം വരും. ആദ്യമൊക്കെ മടിച്ചിയ അറിഞ്ഞു പണി അടിച്ചില്ല. അതാ അനുമോളിന്റെ ദേഷ്യം. കറക്റ്റാ. അതും ശരിയാ. പിന്നെ ആദിലയും നൂറയും കൂടെ നിന്നത് ഫെയിം കണ്ടിട്ടാണെന്ന് പറഞ്ഞതോ അനുമോള്? അങ്ങനെ പറഞ്ഞോ അനുമോള്? അത് ഞാൻ കേട്ടില്ലല്ലോ. അത് ആയിരയാ ചേപ്പിച്ച ഫെയിം എന്ന് പറഞ്ഞേ. വയച്ചിടുമ്പോലെ അനുമോള് സീക്രട്ടായിട്ട് പറഞ്ഞതൊക്കെ വിളിച്ചു പറഞ്ഞ കൊണ്ടാവും അനുമോള് കൂടെ നിന്നത് സ്നേഹം കൊണ്ടല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പൊ അതാണല്ലേ കാര്യം ഡോളിക്കുട്ടാ. പക്ഷെ ഷാനവാസുമായിട്ടൊക്കെ അനുമോള് വഴക്കിടുന്നുണ്ടല്ലോ. അതില് എല്ലാരുമായിട്ടും എല്ലാവർക്കും വഴക്കിടാലോ. പിന്നെ അനുമോള് ദേഷ്യം വരുമ്പോളേ വായി തോന്നുന്നത് വിളിച്ച് പറയുന്ന കൂട്ടത്തിലാന്നാ തോന്നുന്നേ. അല്ലാതെ മനസ്സിൽ വെച്ചിട്ടൊന്നും ആവില്ല. അത് കറക്റ്റാ കേട്ടോ ഡോളിക്കുട്ടാ. പിന്നെ അനുമോള് ടോപ്പ് 5 വരുവോ ഡോളിമോളെ? പിന്നെ അനുമോള് ചിലപ്പോ ടോപ്പ് 5 വരുമെന്ന് മാത്രമല്ല, ചിലപ്പില് ടോപ്പ് 3 ടോപ്പ് 2 എന്തിന് കപ്പടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അയ്യോ ചേട്ടച്ച, എനിക്ക് പോവാൻ ടൈമായി. ഞാൻ പോകുവാണ്. നാളെ ഞാൻ അനീച്ചിനെ കുറിച്ച് പറയാട്ടോ. അമ്പടി പോകുവാണോ? നാളെ നേരത്തെ വരണേ ഡോളിക്കുട്ടാ. പറ്റിച്ചേരിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടാണി വിൽക്കുന്ന പിള്ളേരാണ്.